ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിലെ മൈക്ക് പ്രവർത്തിക്കാത്തതിനെ ചൊല്ലി തർക്കം. ഹൗസ് ബോട്ട് സവാരിക്കെത്തി വിമുക്ത ഭടന്മാരും ജീവനക്കാരും ഏറ്റുമുട്ടി. വിമുക്ത ഭടന്മാരുടെ പരാതിയിൽ 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മദ്രത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ ചെയ്തു. മനീഷ്, ഈ ഓളപ്പരപ്പിൽ എന്തിനാണ് ഇത്തരത്തിൽ തല്ല് കൂടിയത്? ഈ മൈക്ക് പ്രവർത്തിക്കാത്തതിൽ തുടങ്ങിയ തല്ലാണോ? സുഹേൽ, ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ വൈകിട്ട് 6:30 കുട്ടമംഗലത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഹൗസ് ബോട്ടിൽ 25 പേരുണ്ടായിരുന്നു. അവർ വിമുക്ത ഭടന്മാരായിരുന്നു. അവിടെ കായൽ സഞ്ചാരത്തിന് വേണ്ടിയിട്ട്, കായൽ ടൂറിസം മേഖലയിൽ ഹൗസ് ബോട്ടിൽ സഞ്ചരിക്കാൻ വേണ്ടി എത്തിയതായിരുന്നു. അവിടെ നിർത്തിയിട്ട സമയത്താണ് മൈക്ക് പ്രവർത്തിക്കാത്തത് ജീവനക്കാരോട് ചോദിച്ചത്. പക്ഷെ അതിനെ ചൊല്ലി തർക്കമുണ്ടായി. പിന്നീട് ജീവനക്കാരും ഈ വിമുക്ത ഭടന്മാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലായി. പിന്നീട് നാട്ടുകാരായിട്ടുള്ള ചില ആളുകൾ ഇടപെട്ടു. ഗുണ്ടകൾ ചേർന്ന് പിന്നീട് 25 പേരെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പരാതി. അതിൽ ഈ വിമുക്ത ഭടന്മാരിൽ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരാളുടെ തല ഇരുമ്പ് വടിക്ക് അടിച്ചു. ഒപ്പം തന്നെ മറ്റൊരാളുടെ കൈക്ക് വെട്ടേറ്റിട്ടുണ്ട്. അങ്ങനെ 2 പേർക്ക് പരിക്കേറ്റു. അങ്ങനെ പുളിങ്കുന്ന് പോലീസ് സംഭവത്തിൽ ഇന്ന് രാവിലെയാണ് കേസെടുക്കുന്നത്, FIR രജിസ്റ്റർ ചെയ്യുന്നത്. 10 പേരാണ് ഇവരെ ആക്രമിച്ചതെന്നാണ് പറയുന്നത്. ഇവരെ ഒരുപാട് പേരുണ്ടായിരുന്നെങ്കിലും 10 പേരാണ് ഇവരെ നേരിട്ട് ആക്രമിച്ചതെന്നാണ് പോലീസിന്റെ FIR-ൽ പറയുന്നത്. അങ്ങനെ ഈ 10 പേർ പക്ഷേ ഒളിവിലാണെന്നാണ് പോലീസ് നിലവിൽ അറിയിക്കുന്നത്. ആരുടെയും അറസ്റ്റ് ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. സുഹൈൽ, നിസാരം മൈക്കിലെ വയറൊന്ന് പിരിച്ചാൽ തീരാവുന്ന പ്രശ്നമാണ്. കത്തിക്കുത്തിലേക്കും തലക്കടിയിലേക്കും അധശ്രമത്തിലേക്കടക്കം കാര്യങ്ങളിൽ എത്തിച്ചിരിക്കുന്നു. മനീഷ് മഹിവാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.